നമസ്കാരം. ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ വണങ്ങുന്നവർ ഇഹലോകത്ത് നശിക്കാത്ത സമ്പത്തും പ്രശസ്തിയോടും കൂടി വാഴുമെന്നും മരണശേഷം പരലോകത്ത് ദേവന്മാരുടെ കൂടെ ചേരുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും ശിവലിംഗത്തിൽ പാലഭിഷേകം നടത്തുമ്പോൾ അർദ്ധനാരീശ്വര രൂപം തെളിയുന്നത് ഈ കലിയുഗത്തിലും ഭക്തർക്ക് കാണാൻ സാധിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു തേനാംബികെ സമേത ശ്രീ കൊഴുന്തീശ്വര സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ കാവേരി നദിയുടെ തെക്ക് കരയിൽ തിരുത്തുറപ്പൂണ്ടി മന്നാർഗുഡി റൂട്ടിൽ തിരുക്കോട്ടൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, കൊഴുന്തീശ്വരർ, അഗ്രപരമേശ്വരർ, സമീപനേശ്വരർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, തേനാംബികെ, തേൻമൊഴിയമ്മ, മധുരഭാഷിണി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. കോട്ടൂർ എന്ന പ്രദേശത്തെ മേലെക്കോട്ടൂർ, കീഴേക്കോട്ടൂർ എന്നിങ്ങനെ രണ്ടായി ഭാഗിച്ചിരിക്കുന്നതിൽ മേലെക്കോട്ടൂരിലാണ് കൊഴുന്തീശ്വരർ കോവിലുള്ളത്. പ്രധാനമായും ബ്രഹ്മഹത്യാദോഷം പോലും മാറ്റുന്ന പരിഹാര സ്ഥലമാണിത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിൽ കീഴേക്കോട്ടൂരിൽ ഐരാവതേശ്വര ക്ഷേത്രമുണ്ട്. ഇന്ദ്രൻ, ദേവലോക നർത്തകി രംഭ, ഐരാവതം എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ച് ശാപം മാറ്റിയതായി ഐതിഹ്യമുണ്ട്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ളതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ ദേവാരമ്പാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ 175ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുജ്ഞാന സമ്പന്നരും കരൂരാർ ദേവരും വള്ളലാറും ഇവിടുത്തെ ഭഗവാനെ പറ്റി പതികം പാടിയിട്ടുണ്ട്. തിരുക്കൊള്ളിക്കാട് ശിവക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം സമ്പന്തർ ഇവിടെ വന്നിരുന്നതായി സൈക്കിഴാർ പെരിയ പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പതികത്തിൽ സമ്പന്തർ കോട്ടൂർ നർക്കൊഴുന്തേ എന്നാണ് ഭഗവാനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു നാൾ ഇന്ദ്രലോകത്തിലെ സഭയിൽ ഉർവശി, മേനക, രംഭ, തിലോത്തമ, സുകേശി, പരിമള, സുനന്ദ എന്നീ 7 അപ്സരസുകൾ നർത്തനമാടി ഇന്ദ്രലോകത്തെ ആനന്ദത്തിൽ ആറാടിച്ചു. നടനം കഴിഞ്ഞതും രംഭ ക്ഷീണം കൊണ്ട് അരികിലുള്ള പൂന്തോട്ടത്തിൽ തന്നെ കിടന്നുറങ്ങി. നൃത്തവേഷത്തിൽ ഉറങ്ങിയ രംഭയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രം അല്പം മാറിക്കിടന്നു. ആ സമയം അവിടെ എത്തിയ നാരദ മഹർഷി ഇത് കണ്ട് കുപിതനായി രംഭയെ ഭൂമിയിൽ മനുഷ്യസ്ത്രീയായി പിറക്കട്ടെ എന്ന് ശപിച്ചു. ഉറക്കത്തിൽ നിന്നുണർന്ന രംഭ മഹർഷിയോട് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ ഭൂമിയിൽ ശിവപൂജ ചെയ്താൽ ശാപം മാറുമെന്ന് നിർദ്ദേശിച്ചു. ഭൂമിയിൽ എത്തിയ രംഭ ആദ്യം പാലിയാറ്റങ്കരയിൽ നീണ്ടകാലം തപം ചെയ്തിട്ടും ഭഗവാൻ ദർശനം കൊടുത്തില്ല. രംഭ പിന്നീട് ആ പ്രദേശത്തുണ്ടായിരുന്ന രോമസ മഹർഷിയെ കണ്ട് വിവരം പറഞ്ഞു. അദ്ദേഹം രംഭയോട് ഇവിടെയുള്ള കൊഴുന്തീശ്വരരെ പൂജിക്കാൻ നിർദ്ദേശിച്ചു. വന്യമരമായിരുന്ന ഈ പ്രദേശത്തെത്തി രംഭ ഒരു തീർത്ഥം സൃഷ്ടിച്ചു. ഇന്നത് കരുപ്പട്ടിയാൻകുളം എന്നറിയപ്പെടുന്നു. തിരിച്ച് ഇന്ദ്രലോകം പോകുന്നതിനായി ഇവിടെയുള്ള ഭഗവാനെ നോക്കി ഇടതുകാൽ നിലത്തൂന്നി വലതുകാൽ മടക്കി ഉള്ളംകാലിൽ ഇടതുകൈ വെച്ച് വലതുകൈ തലയിൽ വെച്ചപടി അഗ്നിയിൽ നിന്ന് രംഭ കഠിന തപസ്സിൽ ഏർപ്പെട്ടു. രംഭയുടെ സാന്നിധ്യമില്ലാത്ത ഇന്ദ്രസദസ് പ്രസരിപ്പില്ലാത്തതായി കാണപ്പെട്ടു. വിവരങ്ങളറിഞ്ഞ ദേവേന്ദ്രൻ രംഭയെ ഭൂമിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ ചിത്രസേനൻ എന്ന ഗന്ധർവനെ അയച്ചു. ചിത്രസേനനോട് ശിവനരുൾ കിട്ടാതെ ഇന്ദ്രലോകത്തേക്ക് വരില്ല എന്ന് രംഭ തീർത്തു പറഞ്ഞപ്പോൾ ചിത്രസേനൻ ഇന്ദ്രനെ വിവരമറിയിച്ചു. ഇന്ദ്രൻ കോപിഷ്ഠനായി ഐരാവതത്തോട് രംഭയെ തൂക്കിയെടുത്തു കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു. ഭൂലോകത്തിലെത്തിയ ഐരാവതം രംഭയെ തന്റെ തുമ്പിക്കൈയിൽ കോരിയെടുക്കാൻ മുതിർന്നപ്പോൾ രംഭ ഭയന്ന് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു. ഉടനെ കോപത്തോടെ ഐരാവതം ശിവലിംഗത്തോടെ രംഭയെ ഇന്ദ്രലോകത്തേക്ക് കൊണ്ടുപോകാൻ ശിവലിംഗത്തിന് ചുറ്റും തന്റെ കൊമ്പുകൊണ്ട് ഒരു കോടിട്ട്, അതായത് വരച്ച് ശിവലിംഗത്തെ തോണ്ടിയെടുക്കാൻ തുനിഞ്ഞു. രംഭയുടെ ഭക്തിയിൽ മനമലിഞ്ഞ ശിവഭഗവാൻ ശിവലിംഗത്തിൽ നിന്ന് പുറത്തു വന്ന് ഐരാവതത്തെ കാൽ കൊണ്ട് തൊഴിച്ചു. ഐരാവതം ഉടൽ ചിതറി ജീവനറ്റു വീണു. ഐരാവതം അലറി വീണപ്പോൾ അതിന്റെ തലയിടിച്ചുണ്ടായ കുളമാണ് ക്ഷേത്രത്തിലെ മണ്ടേതീർത്ഥം. രംഭയ്ക്ക് ദർശനം കൊടുത്ത ഭഗവാൻ അവളുടെ ശാപം മാറ്റി പല വരങ്ങളും കൊടുത്തു മറഞ്ഞു. രംഭ തിരിച്ച് ഇന്ദ്രലോകത്തേക്ക് പോവാതെ ശിവപൂജ തുടർന്നുകൊണ്ടേയിരുന്നു. ഐരാവതത്തിന് സംഭവിച്ച വിപത്തിനെ കുറിച്ചറിഞ്ഞ ഇന്ദ്രൻ ശിവപാതകം ചെയ്തല്ലോ എന്ന് വിഷമിച്ച് ഈ വന്യവനത്തിലെത്തി. രംഭയോടൊപ്പം രംഭ പൂജിച്ച ശിവലിംഗത്തെ പൂജിച്ചു വന്നു. ശ്രീ പരമേശ്വരൻ ഐരാവതത്തിന് ജീവൻ നൽകി. ഐരാവതം ഭഗവാനോട് മാപ്പപേക്ഷിച്ചു. പിന്നീട് ഭഗവാൻ ഇരുവർക്കും ദർശനം കൊടുത്ത് ഇന്ദ്രനൊപ്പം രംഭയോട് ഇന്ദ്രലോകത്തേക്ക് പോകുവാൻ നിർദ്ദേശിച്ചു. ഐരാവതത്തിന്റെ കൊമ്പ് തട്ടിയുണ്ടായ കോടിനാൽ ഈ പ്രദേശം കോട്ടൂർ എന്നറിയപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ രംഭ ഭഗവാനെ പൂജിക്കുന്ന ശില്പം ഭക്തർക്ക് ദർശിക്കാം. ക്ഷീരസാഗരത്തിൽ നിന്ന് ഉയർന്നു വന്നതെന്ന് കരുതപ്പെടുന്നതും കശ്യപ മഹർഷിയുടെ പുത്രിയും കുബേരന്റെ പുത്രൻ ഋഷി നളകൂബരന്റെ പത്നിയുമാണ് അതിസുന്ദരിയും ദേവലോക അപ്സരസുമായ രംഭ. ശുഗമുനിയുടെ തപസ്സിളക്കാൻ ദേവേന്ദ്രൻ രംഭയെ നിയോഗിച്ചതായി പുരാണങ്ങളിലുണ്ട്. രംഭയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ പ്രാപിക്കാനെത്തിയ ലങ്കാധിപതി രാവണനെ അനുമതിയില്ലാതെ ഏതൊരു സ്ത്രീയെ പ്രാപിച്ചാലും തല പൊട്ടിത്തെറിക്കുമെന്ന് നളകൂബരൻ ശപിച്ചു. രാമായണം ഉത്തരകാണ്ഡത്തിലാണ് ഈ പരാമർശം. അതിനാലാണ് രാവണൻ സീതാദേവിയുടെ കാര്യത്തിൽ നിസ്സഹായനായത് എന്നാണ് പുരാണങ്ങൾ. മുറപ്രകാരം രാവണന് രംഭ മരുമകളാണെന്ന് കുബേരൻ രാവണനെ പറഞ്ഞു മനസ്സിലാക്കിയെന്നും കഥയുണ്ട്. വേറൊരു ഐതിഹ്യം, വൃത്രാസുരൻ എന്ന അസുരൻ ദേവലോകവാസികളെ സദാ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ദേവേന്ദ്രൻ സത്യലോകത്തെത്തി ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ദദീജി എന്ന മഹർഷിയുടെ മുതുകല്ലുകൊണ്ട് വജ്രായുധമുണ്ടാക്കി അതുമൂലം മാത്രമേ അസുരനെ വധിക്കാനാവുകയുള്ളൂ എന്ന് ബ്രഹ്മദേവൻ ഇന്ദ്രനെ ഉപദേശിച്ചു.
ദധീചി മഹർഷിയുടെ മുതുകല്ല് അത്രയ്ക്കും ബലമായതിനൊരു കാരണമുണ്ട്. മുമ്പൊരു കാലത്തിൽ പാൽക്കടൽ കടയുന്നതിന് മുമ്പ് ദേവന്മാർ എല്ലാവരും തങ്ങളുടെ ആയുധങ്ങൾ ദധീചി മഹർഷിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഭദ്രമായി സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം തപശക്തിയാൽ എല്ലാ ആയുധങ്ങളെയും വായിലിട്ട് വിഴുങ്ങി ഭദ്രമാക്കി വെച്ച് തപസ് തുടങ്ങി. തപസിന്റെ കാഠിന്യത്താൽ എല്ലാ ആയുധങ്ങളും ഉരുകി അദ്ദേഹത്തിന്റെ മുതുകല്ലിൽ ചേർന്നു. അതിനാൽ മഹർഷിയുടെ മുതുകല്ല് ബലമേറിയതായി. ഇന്ദ്രൻ ദധീചി മഹർഷിയുടെ അടുത്തെത്തി വൃത്രാസുരനെ വധിക്കേണ്ട ആവശ്യകത മഹർഷിയെ പറഞ്ഞു മനസ്സിലാക്കി. മഹർഷി സ്വയമേധയാ ദേവന്മാർക്കായി തന്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി. അങ്ങനെ ഇന്ദ്രൻ ദധീചി മഹർഷിയെ വധിച്ച് മുതുകല്ലുകൊണ്ട് വജ്രായുധം തയ്യാറാക്കി വൃത്രാസുരനെ വധിച്ചു. പക്ഷേ ഇന്ദ്രന് മഹർഷിയെ വധിച്ചതിനാൽ ബ്രഹ്മഹത്യാദോഷം ബാധിച്ചു. ഇന്ദ്രൻ ബ്രഹ്മഹത്യാദോഷത്തിന് പരിഹാരമന്വേഷിച്ച് ദേവഗുരു ബൃഹസ്പതിയുടെ അടുത്തെത്തി. അപ്പോൾ അദ്ദേഹം ഇന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു: ദേവേന്ദ്ര, താങ്കൾ ഭൂമിയിൽ ശിവസ്ഥല യാത്രകൾ നടത്തി പൂജകൾ ചെയ്യുക. അപ്പോഴേക്കും ദേവന്മാർ പാലാഴി കടഞ്ഞ് അമൃതെടുത്തിരിക്കും. അന്നേരം താഴെ ചിന്തിയ അമൃതത്തുള്ളികളിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു വന്യമരവും അതിനടിയിൽ ഒരു ശിവലിംഗവും കാണപ്പെടും. ആ സ്ഥലത്ത് തീർത്ഥം സൃഷ്ടിച്ച് ശ്രീപരമേശ്വരന് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ബ്രഹ്മഹത്യാദോഷം നീങ്ങുന്നതായിരിക്കും. അപ്രകാരം ഇന്ദ്രൻ തീർത്ഥം സൃഷ്ടിച്ച് ശിവലിംഗത്തിന് പൂജ ചെയ്ത് ദോഷം മാറ്റി. ഇന്ദ്രൻ പൂജിച്ചതിനാൽ ഈ പ്രദേശത്തിന് ഇന്ദ്രപുരം എന്നും നാമമുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലുള്ള തീർത്ഥത്തിൽ അമൃതകുംഭം വെച്ച് പൂജിച്ച് ഉഷപൂജയിൽ തീർത്ഥം നൽകിയിരുന്നത്രേ ദേവേന്ദ്രൻ. അതിനാൽ ഈ തീർത്ഥത്തിന് അമുദതീർത്ഥം എന്ന നാമം ലഭിച്ചു. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന കോട്ടൂർ കൊഴുന്തീശ്വര സ്വാമി തിരുക്കോവിൽ 7-ാം നൂറ്റാണ്ടിന് മുമ്പേ നിലനിന്നിരുന്നതായാണ് അനുമാനം. പിന്നീട് 10-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം ചോഴ രാജാക്കന്മാരാൽ കരിങ്കല്ലിൽ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടു. അതിനുശേഷം ഭരിച്ച വിജയനഗര സാമ്രാജ്യ അധിപതികളും നാട്ടുകോട്ടെ നഗരത്താറുകളും ക്ഷേത്രത്തിനായി ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. രാജരാജ ചോഴൻ ഒന്നാമൻ, രാജേന്ദ്ര ചോഴൻ ഒന്നാമൻ, കുലോത്തുംഗ ചോഴൻ എന്നിവരുടെ കാലത്തെ ശിലാഫലകങ്ങൾ ചരിത്രകാരന്മാർ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായ 3 നില രാജഗോപുരത്തോടും 2 പ്രകാരങ്ങളോടും പല മണ്ഡപങ്ങളോടും കൂടിയ കൊഴുന്തീശ്വര സ്വാമി തിരുക്കോവിലിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാൻ, ഇടത് ക്ഷേത്ര നന്ദവനം. ഈ ക്ഷേത്രത്തിലുള്ള പ്രദോഷമൂർത്തിയെ അംബികയോടൊപ്പം പ്രദോഷകാലത്ത് പ്രാർത്ഥിച്ചാൽ സകലവിധ പാപങ്ങളും പ്രത്യേകിച്ച് ബ്രഹ്മഹത്യാദോഷം പോലും മാറും. ക്ഷേത്രത്തിലുള്ള ഉമാമഹേശ്വരരെ പൗർണമിക്ക് ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ദമ്പതികൾക്കുള്ളിൽ സ്വരച്ചേർച്ച കൂടും. ക്ഷേത്രത്തിലെ വിഷ്ണുദുർഗയ്ക്ക് തൈമാസത്തിലും ആടിമാസത്തിലും വെള്ളിയാഴ്ചകളിലും രാഹുകാലത്തിലും നാരങ്ങാദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം മാറും. ക്ഷേത്രത്തിലെ പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ കൊഴുന്തീശ്വര സ്വാമി എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി പടിഞ്ഞാറ് ദർശനമായി അരുൾ ചൊരിയുന്നു. പുരാണപ്രകാരം രംഭ ഇവിടെ ഭഗവാനെ പൂജിച്ചതിനാൽ രംഭേശ്വരർ എന്നാണ് ആദ്യകാലത്ത് ഭഗവാൻ അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് കൊഴുന്തീശ്വരർ എന്നായി മാറിയത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകത മാസിമാസം മകം നക്ഷത്രത്തിൽ ഭഗവാന് പാലഭിഷേകം നടക്കുമ്പോൾ അർദ്ധനാരീശ്വര രൂപം ശിവലിംഗത്തിൽ തെളിയുന്നത് ഇന്നും ഭക്തർക്ക് നേരിൽ കാണാവുന്ന അതിശയമാണ്. അന്നേ ദിവസം ഇത് കണ്ടു തൊഴുതാൽ ആഗ്രഹ സാഫല്യം എന്നതാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ ഭാഷ്യം. ദേവി ശ്രീപാർവതി തേനാംബിക എന്ന നാമത്തിൽ സ്വാമിക്കെതിരിൽ കിഴക്ക് ദർശനമായി മേൽക്കരങ്ങളിൽ രുദ്രാക്ഷം താമരയോടെ, കീഴ്ക്കരങ്ങൾ അഭയവരദ മുദ്രയോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഇത്തരത്തിൽ ഭഗവാന് എതിരിൽ ദേവി നിന്നാൽ ഇവിടം ഗുരുസ്ഥലം എന്ന് പറയും. ഭഗവാൻ ദേവിക്ക് ജ്ഞാനോപദേശം ചെയ്യുന്നു എന്നാണ് ചുരുക്കം. ഇവിടെ ഭഗവാനെയും ദേവിയെയും ഭജിച്ചാൽ സകല പാപങ്ങളും തീർന്ന് നശിക്കാത്ത സമ്പത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കാമെന്നും അതിനുശേഷം സ്വർഗീയ പദവി ലഭിക്കുമെന്നുമാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ പ്രകാരങ്ങളിൽ വല്ലഭ ഗണപതി, ഉത്സവമൂർത്തികൾ, വീരഭദ്രർ, രംഭ, അണത്തെഴുന്തനാഥർ, അർദ്ധനാരീശ്വരർ, പ്രദോഷനായകർ, പ്രയോഗചക്ര വിഷ്ണുദുർഗ, ബ്രഹ്മാവ്, നടരാജർ, സുബ്രഹ്മണ്യർ, മീനാക്ഷി സുന്ദരേശ്വരർ, ഗജലക്ഷ്മി, ലിംഗോദ്ഭവർ, മഹിഷാസുരമർദിനി, ദക്ഷിണാമൂർത്തി, നാൽവർ, ദണ്ഡായുധപാണി, വള്ളിദേവയാനി സമേത സുബ്രഹ്മണ്യർ, നവഗ്രഹങ്ങൾ, ചണ്ഡികേശ്വരർ എന്നിങ്ങനെ ഒരുപാട് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വന്യമരം. ക്ഷേത്രതീർത്ഥം മുള്ളിയാറ്, ശിവഗംഗ, ബ്രഹ്മതീർത്ഥം, ശിവതീർത്ഥം, മണ്ഡേതീർത്ഥം, അമുദതീർത്ഥം, ഇന്ദ്രതീർത്ഥം, വിശ്വകർമ്മതീർത്ഥം, രംഭാതീർത്ഥം എന്നിങ്ങനെ 9 തീർത്ഥങ്ങൾ. കാമിക ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, പ്രദോഷം, കാർത്തിക സോമവാരം, വൈകാശി വിശാഖം, ബ്രഹ്മോത്സവം, ആടിപ്പൂരം, നവരാത്രി, തൃക്കാർത്തിക, തൈമാസം അവസാന വെള്ളിയാഴ്ച തിരുവിളക്ക് പൂജ, ശംഖാഭിഷേകം, മഹാശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6:30 മണി മുതൽ 11:30 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുത്തുറപ്പൂണ്ടിയിൽ നിന്നും 27 കിലോമീറ്റർ, മന്നാർഗുഡിയിൽ നിന്നും 15 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുത്തുറപ്പൂണ്ടി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.